പ്രകാരം നമുക്ക് വീണ്ടും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഓൺലൈൻ പ്രയറായിട്ട് കൂടി വരുവാനായിട്ട് ദൈവം ഇടയാക്കുന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ അവിടുന്ന് കാത്ത് പുതിയ ഒരു പകൽക്കാലത്തിലേക്ക് അവിടുന്ന് കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങളെ ഒക്കെ അവിടുന്ന് പ്രവേശിപ്പിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ഞങ്ങൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇതുവരെയും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ പല കുടുംബങ്ങളിലും വേർപാടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, അതിൻ്റെയൊക്കെ മധ്യത്തിലും നീ ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂടിവരവ് ഞങ്ങളുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവെ, ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ സന്നിധിയിലേക്ക്, അങ്ങയുടെ പാദപീഠത്തിലേക്ക് വിനയത്തോടെ സമർപ്പിക്കുന്ന കർത്താവെ സാഹചര്യങ്ങളായിരിക്കാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരു പുതുവർഷത്തിൽ ഞങ്ങളുടെ സമർപ്പണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണല്ലോ. നിന്റെ സ്നേഹത്തിനായി, നിന്റെ കൃപയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പിതാവേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവുകൾ, ഞങ്ങളുടെ കൂട്ടായ്മകൾ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്താൽ, കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുന്നവരെയും വചനം പഠിക്കുന്നവരെയും വായിക്കുന്നവരെയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും ഒക്കെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരൊക്കെ ചെയ്യുന്നത് കർത്താവെ, അവരുടെ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ കൂടിവരവിൻ്റെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിഥുൻ കോശിയും കുടുംബവുമാണ്. ഈ സമയത്ത് ഇപ്പോൾ മിഥുൻ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് പുഷ്പ ആൻറ്റി 23-ാം സങ്കീർത്തനം വായിക്കും. ആദ്യത്തെ പാട്ട് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു. മിഥുന്റെ ഇച്ചിരൂടെ അടുത്തോട്ടിരുന്ന് പാടാമോ? സൗണ്ട് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ കേക്കാച്ചാ? ആദ്യത്തെ പാട്ട് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു. നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു,
ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്തകാരത്താൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മന പകർന്നവനേ, പാപാന്തകാരത്താൽ വലയുന്നോരേ, രോഗങ്ങളാൽ മന തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവൻ. നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവൻ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമപിതാവിന്റെ ഇമ്പസ്വരം നീ എന്നും ശ്രവിച്ചിടുമോ? അരുമപിതാവിന്റെ ഇമ്പസ്വരം നീ എന്നും ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അടുത്ത പാട്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കരമോർത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല, മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വാനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല, മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
ജാതികൾ ജാതിയോടെതിർത്തിടുമ്പോൾ, ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. ജാതികൾ ജാതിയോടെതിർത്തിടുമ്പോൾ, ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കരമോർത്തിടുമ്പോൾ, നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. താങ്ക് യു അച്ഛാ. താങ്ക് യു മിഥുൻ പാട്ടിന് നേതൃത്വം കൊടുത്തതിൽ. ഇപ്പോ പുഷ്പ ആൻറ്റി സങ്കീർത്തനം വായിക്കും. പുഷ്പ ആൻറ്റി ആൻറ്റി അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. പുഷ്പ ആൻറ്റി ഇല്ലേ? ഹലോ അച്ഛാ. ഓക്കെ കേൾക്കാം ആൻറ്റി. സോറി അച്ഛാ, സോറി. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 23 എല്ലാവർക്കും പരിചിതമായ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് ആശ്വാസവും ധൈര്യവും തരുന്നൊരു സങ്കീർത്തനം. ഇതിന് ദൈവത്തെ സ്തോത്രം പറയുന്നു, സ്തുതിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കെടുത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. കൂരിരുൾ താഴ്വയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണിക്കെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. നമുക്കിത് ദൈവം നൽകിയ പുതുവർഷത്തിൽ ആദ്യത്തെ നമ്മുടെ കൂട്ടായ്മയിൽ ദൈവം നൽകിയ അനുഗ്രഹപ്രദമായ വലിയ ദൈവികമായ ഉറപ്പിൻ്റെ ദൈവം നമുക്ക് നൽകുന്ന വിശ്വസ്തതയുടെ വാക്കുകളുടെ സങ്കീർത്തനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ നടത്തുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പുലർത്തുന്ന ഒരിടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ഒരിടയൻ തൻ്റെ ആടുകളുടെ ബലഹീനതകളും ആവശ്യങ്ങളും അവരുടെ ഒട്ടും സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അനുകമ്പയോടെ ആർദ്രതയോടെ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ, സൂക്ഷിക്കുന്നത് പോലെ, കാവൽ നിൽക്കുന്നത് പോലെ, കരുതുന്ന ഒരു ദൈവം, ആ ദൈവത്തെക്കുറിച്ച് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നു. നമ്മുടെ ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവം, നമ്മുടെ എതിരാളികളുടെ ഒക്കെ മുൻപിൽ നമ്മളെ തകർത്ത് കളയാത്ത, നമ്മളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം, നമ്മളെ അഭിഷേകം ചെയ്യുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മളെ മറ്റുള്ളവരുടെ ഒക്കെ മുൻപിൽ ഉയർത്തുന്ന ഒരു ദൈവം. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം.
ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സങ്കീർത്തനം. നമ്മുടെ ജീവിതവുമായി വളരെ അഭേദ്യമായും ആഴമായും ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനം. ഒരു നല്ല നമ്മുടെ ആരാധനയുടെ ഒരു കൂടിവരവിന്, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നമുക്ക് മുറിവേറ്റാൽ, നമുക്ക് ദീനം വന്നാൽ, നമുക്ക് പ്രതിസന്ധികൾ നേരിട്ടാൽ നമ്മളെ വിട്ടുകളയാത്ത ഒരു ദൈവം. ഒരിടയൻ തൻ്റെ ആടിനെ ശുശ്രൂഷിക്കുന്നത് പോലെ, അതിൻ്റെ മുറിവ് കെട്ടുന്നത് പോലെ, അതിൻ്റെ വേദനയിൽ അതിന് കൂട്ടിരിക്കുന്നത് പോലെ, അതിനെ സമാശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ സമാശ്വസിപ്പിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു നല്ല ദൈവം. ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, എന്തെല്ലാം സംഭവിച്ചാലും ദൈവം നമ്മുടെ ചാരത്തുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ആ വലിയൊരു ഉറപ്പിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഉറപ്പോടുകൂടെ നമ്മുടെ ശിഷ്ടമുള്ള ജീവിതം നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ, ശക്തി ദൈവം നൽകണമേ, ദൈവം ചൊരിയണമേ എന്ന് നമുക്ക് മനഃപൂർവ്വമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ കുടുംബങ്ങളായി, വ്യക്തികളായിട്ടൊക്കെ നടത്തുന്നു, നമ്മളെ പരിപാലിക്കുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ സഭയായിട്ട് നടത്തി. വിശ്വാസ സമൂഹമായി നമ്മുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരുന്നു. വിശ്വാസ വഴിയിൽ നമ്മൾ തളർന്നു പോകാതെ, നമ്മൾ ബലഹീനരായി പോകാതെ, നമ്മൾ വീണു പോകാതെ, നമ്മൾ പറ്റം പിരിഞ്ഞു പോകാതെ ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മളെ ഒരുമിപ്പിച്ച് നമ്മളെ മുൻപോട്ട് നയിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു സഭയായി ദൈവം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ പുലർത്തുന്നതാണ്, നമ്മളെ പരിപാലിക്കുന്നതാണ്. ആരുടെയും ശ്രേഷ്ഠതയോ ആരുടെയും മികവോ കഴിവോ ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ വലിയ ഹിതമാണ്. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി, സഭയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭയുടെ വിവിധ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. വിവിധ സംഘടനകൾ, കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടിവരവുകളെയും കൂട്ടായ്മകളെയും ഒക്കെ അനുഗ്രഹമാക്കി തീർക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അവരുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും മനഃപൂർവ്വമായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഭയായി നമ്മളെ നയിച്ച, നമ്മളെ നടത്തിയ നമ്മളുടെ പട്ടക്കാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം, അവരെ അയച്ച ഇടങ്ങളിലൊക്കെ ദൈവം അവരെ സമൃദ്ധമായിട്ട് നടത്തണമേ. അവരുടെ ശുശ്രൂഷകൾ, അവരായിരിക്കുന്ന സഭകൾക്ക് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം ഈ സെക്കന്ദരാബാദ്, ഹൈദരാബാദ് പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുടുംബങ്ങളായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ആ ഇടങ്ങളിലൊക്കെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമ്മെ പരിപാലിക്കണമേ. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ദൈവം കാക്കണമേ, സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളായി നമ്മളൊക്കെ പാർക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് സ്നേഹത്തിലും സമാധാനത്തിലും ദൈവകൃപയിലും ഒക്കെ പുലരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കണമേ. നമ്മുടെ കുടുംബ ജീവിതങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ശക്തിപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ കൃപയാൽ ഉറപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ബുദ്ധിമുട്ടുകളോ പരസ്പരം മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദൈവം അവരെയൊക്കെ സന്ദർശിക്കണമേ. അങ്ങനെയുള്ള ജീവിതങ്ങളിലോട് ദൈവം ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതങ്ങളൊക്കെ ഈ നാളുകളിലൊക്കെ വളരെ പെട്ടെന്ന് ദുർബലമായി തീരുന്ന, ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ
നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിപ്പാൻ ദൈവം സഹായിക്കണമേ, ദൈവം ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ പ്രായമായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് പ്രായത്തിൻ്റെ ആധിക്യത്തിലൊക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ബലഹീനതകളിലും ക്ഷീണങ്ങളിലുമൊക്കെ ഭവനങ്ങളിൽ ആയിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അവരിൽ പലരും രോഗാവസ്ഥയിലാണ്, ക്ഷീണാവസ്ഥയിലാണ്. അവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലായിരുന്നിട്ട് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്ന ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസിക്ക് ദൈവം പരിപൂർണമായ സൗഖ്യം വളരെ വേഗം നൽകി ബലത്തോടെ കൃപയോടെ ഭവനത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിപ്പാൻ, കാര്യങ്ങളൊക്കെ നിർവഹിപ്പാനുള്ള കൃപ ദൈവം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, സ്ട്രോക്ക് കഴിഞ്ഞ് വലതുവശം പാർഷ്യലി ഇമ്പാക്റ്റഡ് ആണ്. ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ട ദാസിക്ക് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അതുപോലെ തന്നെ ശമലൂട്ടി അങ്കിളും ദീർഘവർഷങ്ങളായിട്ട് ഭവനത്തിൻ്റെ ഉള്ളിലാണ്. പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട മക്കൾക്ക്, കുടുംബത്തിന് ദൈവം വലിയ കൃപയും വലിയ ബലവും നൽകണമേ, സഹായിക്കണമേ. അവരെ ദൈവം കനിയണമേ, അവരോട് ദൈവം കൃപ തോന്നണമേ എന്ന് നമുക്ക് ദൈവത്തോട് സഭയായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മറിയാമ്മ ആൻറ്റിക്ക് വേണ്ടി, അബ്രഹാം ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ആൻറ്റിയുടെയും കണ്ണിൻ്റെ പ്രയാസങ്ങളുണ്ട്. ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ആൻറ്റിയുടെ ആരോഗ്യസ്ഥിതി വളരെ ക്ലേശകരമായിരുന്നു. എന്നാൽ ദൈവം ഇൻഫെക്ഷനൊക്കെ മാറ്റി വലതുവശത്തെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. കർത്താവിൻ്റെ കൃപ പ്രിയപ്പെട്ട മകളോട് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയും. പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആൻറ്റിയുടെ സൗഖ്യത്തിന് വേണ്ടി, ആൻറ്റിയുടെ സമാധാനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വലത് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തിരികെ ലഭിച്ച് പഴയതുപോലെ നമ്മുടെ സഭയിൽ ആരാധനയിലൊക്കെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പ്രിയപ്പെട്ട മകളെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവസങ്ങളിലൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു. രോഗം ക്രമാനുഗതമായിട്ടൊക്കെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ക്ഷീണമാണ്. ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ട മകനോട് കൂടെ ഇരിക്കണമേ. ആവശ്യമായ എല്ലാ ബലവും കൃപയും നൽകണമേ. കുടുംബത്തെയൊക്കെ ശുശ്രൂഷിപ്പാനായിട്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആൻറ്റിക്ക് ദൈവം സൗഖ്യവും ബലവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. കൈയുടെ ഫ്രാക്ചറൊക്കെ ഹീലായി ബലം പ്രാപിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പി ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചിയമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അങ്കിളിന് ബാക്ക് പെയിനും അതുപോലെയുള്ള കാലിൻ്റെ വേദനയുമൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ അവർ കുടുംബമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. അവർക്ക് വേണ്ടി നമുക്ക് സഭയായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ചാച്ചിയമ്മ ആൻറ്റിയുടെയും വിരലിന് റൈറ്റ് കൈക്ക് ഫ്രാക്ചറുണ്ട്. അതൊക്കെ വളരെ വേഗം ഹീലാകുവാനായിട്ട് ദൈവം സഹായിക്കണമേ. പൂർണ്ണ സൗഖ്യം പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കണമേ. ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ, ശക്തിയോടെ, പ്രസന്നതയോടെ നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ തുടർന്നും പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രാജൻ ജോൺ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മോടൊപ്പം ആയിരിക്കാൻ, ഭവനത്തിലൊക്കെ ആയിരിക്കാനൊക്കെ, കുഞ്ഞുങ്ങളോട് ചേർന്നായിരിക്കാൻ പ്രിയപ്പെട്ട മകനെ ദൈവം സഹായിക്കുന്നു. പ്രിയപ്പെട്ട മകനും പൂർണ്ണമായ ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീല ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സുശീല ആൻറ്റി ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ്. രഞ്ജിത്ത് അങ്കിളിനും പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ദൈവം പ്രിയപ്പെട്ട മക്കളോട് കരുണ തോന്നണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ KC ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി ആൻറ്റി വീണ്ടും തിരികെ മലേഷ്യയിൽ മകളോടൊപ്പം മടങ്ങിപ്പോയി. ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുരുവിള അങ്കിളും ലില്ലി ആൻറ്റിയും ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അവർക്കും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ
കാഴ്ചയൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണല്ലോ. പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി, തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ റോയി അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ. ദൈവം അവരെ കുടുംബമായി അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് അവരെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രതിഭ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അല്പം ശാരീരികമായ പ്രയാസത്തിലൊക്കെയാണ് പ്രിയപ്പെട്ട മകൾ. ദൈവം പൂർണ്ണ സൗഖ്യവും ആശ്വാസവും ഒക്കെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കണമേ, കൃപ കൊടുക്കണമേ, നമുക്ക് മകൾക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ക്യാൻസർ സർവൈവേഴ്സിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ഹീലിംഗ് പീരീഡിലാണല്ലോ. ദൈവം പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ആശ്വാസവും അവർക്കൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല മെഡിക്കൽ പ്രൊസീജിയറുകളും സർജറികളും ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്ന, ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും സൗഖ്യവും ആശ്വാസവും ദൈവം നൽകണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. പ്രിയ സുജ ബിജുവിനെ കുടുംബമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സുജയുടെ പിതാവ് ഇന്നലെ വൈകിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ദീർഘനാളുകളായി പ്രായത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ഭവനത്തിലായിരുന്നല്ലോ. ദൈവം പ്രിയപ്പെട്ട മകനെ വിളിച്ച് സന്നിധിയിലേക്ക് ചേർത്തു. എന്നാൽ അവർക്ക് നാട്ടിലേക്ക് പോയി ഫ്യൂണറലിൽ സംബന്ധിക്കുവാനായിട്ട് യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നമ്മുടെ ഷായിച്ചാൻ്റെ VC എബ്രഹാമിൻ്റെ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മച്ചിയും പ്രായത്തിൻ്റെ ക്ഷീണത്താലൊക്കെ ദിവസങ്ങളിലൊക്കെ ക്ഷീണത്തിലായിരുന്നു. ദൈവം പ്രിയപ്പെട്ട ദാസി ഇന്ന് രാവിലെ വിളിച്ച് തന്നെ സന്നിധിയിലേക്ക് ചേർത്തു. ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സഹോദര കുടുംബങ്ങളാണല്ലോ. അവർ ഒരുമിച്ച് നാട്ടിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ടിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നു. നമുക്കറിയാം ഇത് സീസൺ സമയമാണ്. അതുകൊണ്ട് തന്നെ ബസ്സിലും ട്രെയിനിലും ഒന്നും ടിക്കറ്റ് ലഭിക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് അവർ. ദൈവം അവരുടെ യാത്രകളൊക്കെ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രണ്ട് ഭവനങ്ങളിലെ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് അനുഗ്രഹീതമായ ഒരു യാത്ര അയപ്പ് നൽകുവാനായിട്ട് ദൈവം അവരെ സഹായിക്കണമേ. ദൂരെ നിന്ന് പല പട്ടണങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് ഭവനങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നടക്കുവാനായിട്ട് ദൈവം സഹായിക്കണമേ. അവർക്കൊക്കെ വേണ്ട ആശ്വാസവും ബലവും ഈ വേർപാടിൻ്റെ ഒക്കെ മധ്യത്തിലും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർക്ക് അതിനുവേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പല കുടുംബങ്ങളുമുണ്ട്. നമ്മുടെ മധ്യത്തിൽ ആകസ്മികമായിട്ടുള്ള വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭാംഗമായിരിക്കുന്ന നീതുവിൻ്റെ കസിൻ ഏഞ്ചൽ മറിയം, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ മാതാവായിരുന്നു അവളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. പിതാവ് നഷ്ടപ്പെട്ടു നേരത്തെ. പ്രിയപ്പെട്ട മാതാവും ക്യാൻസർ രോഗബാധയാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ട പൈതലിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രായത്തിലൊക്കെ പിതാവും മാതാവും ഒക്കെ നഷ്ടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഒക്കെ നമുക്ക് ഓർക്കാം. ആ പ്രതിസന്ധിയൊക്കെ ധൈര്യത്തോടെ നേരിടുന്ന, പ്രത്യാശയോടെ നേരിടുന്ന കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ വേർപാടിൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം അവർക്ക് വേണ്ട സൗഖ്യവും സമാധാനവും ആശ്വാസവും ബലവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ 35, 38, 40 വയസ്സിനകത്തുള്ളവർ അപകടത്തിലൂടെ പെട്ടെന്ന് ആകസ്മികമായിട്ടൊക്കെ മരണമടയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ അവരാരും നമ്മളുടെ ആരുമല്ലായിരിക്കാം. എന്നാൽ അവരെ ചുറ്റിപ്പറ്റി കുടുംബങ്ങളുണ്ട്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എങ്ങനെ മുൻപോട്ട് പോകും? അവരുടെ ജീവിതം എന്തായിത്തീരും? കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളികൾ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഒരു നിമിഷം അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അവർക്ക് വേണ്ടിയൊക്കെ അവരെ ഒന്ന് ഓർക്കുന്നത്, അവരുടെ ദുഃഖത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്
ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്നുകൂടി ഒന്ന് വിനയപ്പെടുത്താനും ഭരമേൽപ്പിക്കാനും ഒക്കെയുള്ള സമയമാണ്. അങ്ങനെയുള്ള എല്ലാ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സുകളിലായിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പരീക്ഷാ കാലയളവൊക്കെ വരുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഈ സമയത്ത് അവരുടെയൊക്കെ പേരുകൾ നമ്മൾ എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സഭയായിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതുവാൻ ദൈവം അവരെ സഹായിക്കണം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ദൈവം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, വികസിപ്പിക്കണം. അവരൊക്കെ പഠിച്ച് ആഗ്രഹിക്കുന്ന ഡിസിപ്ലിനിലൊക്കെ അവരുടെ പഠനം തുടരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും ഡിഗ്രി പഠനങ്ങൾക്കുള്ള എൻട്രൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട അഡ്മിഷനൊക്കെ ലഭിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർ, റിസർച്ച് ചെയ്യുന്നവർ, അതുപോലെ തന്നെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കണം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലി തുടങ്ങിയവരുണ്ട്, അവരെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പല നഗരങ്ങളിലൊക്കെ ആയിരിക്കുന്നുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. ഭാരതത്തിൻ്റെ പല നഗരങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർ, ഹൈദരാബാദിൽ തന്നെ പഠിക്കുന്നവരെ, അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കുന്നവർ, IT മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, മാനേജ്മെൻറ്റ് മേഖലകളിലും, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന, ബാങ്കിങ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് സർവീസിൽ നഴ്സുമാരായിട്ട്, അതുപോലെ തന്നെ പല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെ പലതരത്തിൽ ഉപജീവന മേഖലകളിൽ ഇടപെട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടും ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജോലി മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ, അവർക്ക് വേണ്ട ഉയർച്ചകൾ ദൈവം ധാരാളമായിട്ട് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് പ്രത്യേകിച്ച് അവരുടെ കുടുംബജീവിതത്തെയൊക്കെ ഈ ജോലിയുടെയും സംഘർഷത്തിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഒക്കെ മധ്യത്തിലൊക്കെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ പുലർത്തുവാനും പരിപാലിക്കുവാനും അവർക്ക് വേണ്ട ക്രിസ്തീയ ശിക്ഷണങ്ങളൊക്കെ നൽകുവാനും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം പൊതുവെ കൊടുക്കും. പക്ഷേ ക്രിസ്തീയ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സമയം കൊണ്ട് കഴിയാറില്ല. അതൊരു ഉപേക്ഷ വിചാരിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് അവരെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച് സഭയോട് ചേർന്ന് അവരെ വളരുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കപ്പിൾസ് അതിന് വേണ്ട വിവേകം കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. ഒരുപാട് പേര്, ചിലരൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു, പ്രപ്പോസൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലർ വിവാഹമൊക്കെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്കൊക്കെ തക്കതായ തുണകളെ ഒരുക്കി കൊടുക്കണമേ. വിവാഹം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തക്ക പങ്കാളികളെ ദൈവം കണ്ടെത്തി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി അവർ ഒരുങ്ങുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന സച്ചിന് വേണ്ടിയിട്ടും ദീപികയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ദീർഘവർഷങ്ങളായിട്ടും തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹിച്ചിട്ടും ലഭിക്കുവാൻ വൈകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ നൽകി ദൈവത്തിൻ്റെ സമയത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ മുൻപോട്ട് നയിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്നവരെ പുലർത്തണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് സഭയായിട്ട് ദൈവത്തോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാരിയിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരിയുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ ഏകദേശം അടുത്ത് വരുന്നല്ലോ. അവൾക്ക് അനുഗ്രഹകരമായ ഒരു ഡെലിവറിയൊക്കെ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള പൈതലിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിവിയയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആശിഷിൻ്റെ വൈഫ്
നിവയ്ക്കും വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആവശ്യത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളെ വിഷമിച്ച ഒരു സംഗതിയായിരുന്നു നമുക്ക് നേരിട്ട ആക്സിഡൻറ്റ്. പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവം സൗഖ്യവും വിടുതലും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും വിടുതലും അവരുടെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ തുടർന്നും കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികളും മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ കേരളത്തിലും പല സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിലും അവരെ പരിപാലിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, വാഹനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. നമ്മളിതൊക്കെ ആഗ്രഹിക്കുമ്പോഴും ദൈവത്തിൻ്റെ സമയത്താണ് നമുക്കിതൊക്കെ കഴിഞ്ഞ് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവകൃപയിലായിരിക്കാനും ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടി, ആന്ധ്ര സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തെ ഐക്യതയോടെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഡിനോമിനേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ നേതൃത്വ പ്രതിസന്ധിയെ ഒക്കെ തരണം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ, കനിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ പ്രദേശങ്ങളെയും മിഷണറി വർക്കുകളെയും നമുക്ക് ഓർക്കാം. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവരുടെ വിടുതലിനും അനുഗ്രഹത്തിനുമൊക്കെ മുഖാന്തരമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജെസ്സി മാത്യു മാമ പ്രാർത്ഥിക്കുന്നതാണ്. Am I audible, Arjun? Yes. Precious Lord, we want to thank you this moment for this wonderful morning you've given us. We, your children, have gathered here to acknowledge and to thank you for your presence with us today. Oh Lord, your mercy and your grace was with us the whole of last week, oh Lord. You've guided us, you guided our paths, our thoughts. You were with us in all our needs. Thank you, Jesus, for loving us unfailingly. Oh Lord, each of us had a prayer, had a need in our hearts, oh Lord. Oh Lord, some of us cried for healing, some for peace, and Lord, some of us just cried out for food on our table. You heard us, O Lord. You have provided. You have provided according to our desires, O Lord. We are blessed. Every word in the Bible holds true, Lord. You said we are a royal priesthood, a chosen generation. You said, call and I will answer you. What a privilege, Lord. Lord, I thank you so much for this wonderful morning, the relationships that we have. Lord, I want to
pray for the families who have lost their precious ones in the recent past. Even when our grief is so hard to bear, O Lord, help us to find consolation that they've moved on to a place where you've prepared. Oh Lord, help us to be there for each other, consoling, helping them, being with them in their needs, O Lord. As a church, Lord, we pray that they will pass through this phase knowing that it was your purpose fulfilled. Thank you, Jesus. Thank you for being there to call us your Father. Lord, I pray for the lesser fortunate souls who are unaware of your greatness. Oh Lord, help us to reach out to them. Lord, the candle that you have set aflame in us, help us not to put it under the bushel. Help us to light it where there's darkness. Use us, O Lord, we pray. Lord, I pray for our families. Even when we cry out for our lost, help us to cherish our families, O Lord, our parents, our grandparents, our children. Help us to be with them financially, emotionally, and just be there for them, O Lord. Help us not to get busy with our needs. Lord, I pray that every member of the church, every family in our church, for everyone who's sick, for all those people who are in pain, in debt maybe, some searching out for a job, some praying for an addiction. But we have hope and consolation that, oh God, we have you. We have to just take it to you in faith, oh Lord. Restore our faith. The birds in the sky, they don't toil, but you give them what is needed, oh Lord. How much more precious we are, you said. Oh Lord, I pray for our church. I pray for our chin. Use him for the purpose you've placed him in, oh Lord. Let him be like the shepherds who take his flock with him, leading us and guiding us. Today, as we hear your word, O Lord, open our hearts and our minds to understand your greatness and your faithfulness, O Lord. Be with each one of us, and thank you for this moment that you've given us that we can come together and hear your word, O Lord. Oh Jesus, I pray for every member in our church who have come here with a responsibility. Help us to play our parts with faithfulness and loyalty. I pray for the Women's Fellowship, the choir, the Youth League, the Sunday School. Use us all to praise you and bind us together, O Jesus. Oh Lord, I pray for the people in the hospital, suffering in pain, maybe asking, why me, O Lord? Give them strength, give them faith, and give them hope, O Lord. Help them to realize that nothing happens by chance in our lives, O Lord. You have planned it out, and may your will be done. Just give us the strength to cope, O Lord, even with those family members who stand out praying for healing, O Lord. You will do it in your time, according to thy will. Lord, be with our country, our leaders, in all the decisions that impact each of us. Be with them. Show them the way that they may lead us, and there is peace and harmony. I pray for our neighbors. I pray for our friends. Be with us. Help us to reach out for the needy. We ask all this in Jesus' precious name. Amen. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ
പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറേ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം, ആഫ്റ്റർ എ ഫ്യൂ വീക്സ് ഓഫ് ബ്രേക്ക്, we are resuming our weekly online fasting prayers. നമ്മുടെ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയുമുള്ള നമ്മുടെ ഉപവാസ പ്രാർത്ഥന, ഓൺലൈൻ വഴിയായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന നമ്മൾ പുനരാരംഭിക്കുകയാണ്. നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത് പുതിയ തീരുമാനങ്ങളോടെ, പുതിയ സമർപ്പണങ്ങളോടെ ഒക്കെയാണ്. നമ്മുടെ മഹായിടവക CSI സഭ ഈ ഒരു വർഷം ഇയർ ഓഫ് ഡെഡിക്കേഷൻ ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. സമർപ്പണത്തിൻ്റെ വർഷമാണ്. സത്യത്തിൽ ഇതൊക്കെയാണോ ഈ വർഷം ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ചിന്താവിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം നമ്മുടെ സമർപ്പണങ്ങൾക്കൊക്കെ എന്തോ തകരാറ് വന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവത്തോടുള്ള, ദൈവത്തിൻ്റെ വിളിയോടുള്ള, ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റ്സിനും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലും ഇക്കാലങ്ങളിലും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ വന്നു പോയിട്ടുണ്ട് എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നത്. സഭ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ലോക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ചർച്ച് ഈസ് എ ലോക്കൽ എക്സ്പീരിയൻസ്. അപ്പം CSI സഭ എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്നത്, അത് നമ്മൾ ഭാഗമായി നിൽക്കുന്ന, നമ്മൾക്ക് ആഴ്ചകളിലും ദിവസം തോറും അനുഭവിക്കാൻ കഴിയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ചർച്ച്. ചർച്ച് ഈസ് എ മൂവ്മെന്റ്. ചർച്ച് ഈസ് എൻ ഇവന്റ് വിച്ച് we feel in our lives every day or every time. എല്ലാ സമയങ്ങളിലും നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് പറയുന്നതാണല്ലോ സഭ. നമ്മളിത് CSI സഭ, അതിൻ്റെ മേഡക് ഡയോസിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സെക്കന്ദരാബാദിൽ, CSIയുടെ ഹെഡ് ക്വാർട്ടർ ചെന്നൈയിൽ, മധ്യകേരള മഹായിടവകയുടെ ഹെഡ് ക്വാർട്ടർ കോട്ടയത്ത് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സഭ അങ്ങനെയുള്ള ചിന്തകളിലല്ല. ചർച്ച് ഈസ് ഓൾവേസ് എ ലോക്കൽ ഈവൻറ്റ്, എ ലോക്കൽ എക്സ്പീരിയൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിൻ്റെ, കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ സ്നേഹത്താൽ വിമോചിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, രക്ഷ പ്രാപിച്ച ദൈവജനം, അവരെ ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പരിപാലനങ്ങളും ദൈവത്തിൻ്റെ കൃപകളും അനുഭവിക്കുകയും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചും കരുതിയും കൂട്ടായ്മ ആചരിച്ചും ഒക്കെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ആഫ്റ്റർ ദ ബ്രേക്ക് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പെന്തക്കോസ്തിനെ കുറിച്ചാണല്ലോ. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞതും ഒരു മെഗാ ഇവന്റ് ആയി. ഇറ്റ് വാസ് നോട്ട് എ മെഗാ ഇവന്റ്, ഇറ്റ് വാസ് എ ലോക്കൽ, ഇറ്റ് വാസ് എ സ്പെസിഫിക് ഈവന്റ് for some people to experience God in their lives. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ, അവരായിരുന്ന ഇടത്ത്, ദൈവം അവരെ ആക്കിയ ഇടത്ത്, യെരൂശലേമിൽ, പ്രത്യേകിച്ച് ആ പെരുന്നാൾ നടക്കുന്ന സമയത്ത്, പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുന്ന സമയത്ത് അവർ കൂടി വന്നിരുന്ന ആ പ്രത്യേകമായ സ്ഥലത്ത് അവരനുഭവിച്ചതാണ് സഭ. So they begin to experience God in their locality. അല്ലേ? അവിടെയാണ് സഭ ആരംഭിക്കുന്നത്. പലപ്പോഴും നമ്മൾ സഭയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചേർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഈ കോടികൾ മുടക്കി പണിഞ്ഞ ഒരു പള്ളി, ദിസ് ഇസ് ചർച്ച്. ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. നമുക്കറിയാം, സഭ ഒരു കെട്ടിടമല്ല. നമ്മൾ ആരാധിക്കാൻ കൂടി വരുന്നിടം അതൊരു കെട്ടിടമാണ്. അത് സഭയാകുന്നത്, അത് ചർച്ച ആകുന്നത്
A building becomes a church only when the people of God gather together in faith and commitment to God. ദൈവത്തോടുള്ള വിശ്വാസത്തിലും സമർപ്പണത്തിലും ദൈവജനം കൂടി വരുമ്പോഴാണ് സഭ ഫോം ചെയ്യുന്നത്. ചർച്ച് ഈസ് ഇവോൾവിങ് എന്നാണ് പറയാം. ചർച്ച് ഈസ് ഫോമിങ്. സഭ രൂപപ്പെടുകയാണ്. അപ്പം നമുക്ക് ഹൈടെക് സിറ്റിയിൽ നമുക്ക് സത്യത്തിൽ പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലമില്ല. നമ്മൾ ഓരോരോ സമയത്ത് നമ്മൾ ഓരോ രഞ്ജിത്തങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറോ അല്ലെങ്കിൽ ആശിഷിൻ്റെ ക്ലബ് ഹൗസോ അതല്ലെങ്കിൽ ആഷ്ലിയുടെയോ അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ക്ലബ് ഹൗസുകളിലൊക്കെയാണ് നമ്മൾ കൂടുന്നത്. അതൊക്കെ മറ്റു സമയങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം. പക്ഷെ അതും സഭയെക്കുറിച്ചുള്ള ഒരു സങ്കല്പത്തിന്റെ ഭാഗം. കാരണം സഭ എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിച്ചറിയുന്ന, ദൈവത്തെ വളരെ പ്രാദേശികമായി അനുഭവിച്ചറിയുന്ന സാഹചര്യങ്ങൾക്കാണ് സഭ എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, തുടർച്ചയായിട്ട് ചിന്തിച്ചു. നിങ്ങൾ അതിൻ്റെ സ്ക്രിബിൾ നോട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം എന്താണ് പെന്തക്കോസ്റ്റിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പെന്തക്കോസ്ത് അനുഭവം, പെന്തക്കോസ്ത് ദൈവാനുഭവം ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടാക്കിയ ഒരു അനുരണനം എന്താണ്, ഒരു റെപ്പർക്കഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ദ വിസിബിൾ impact or manifestation of Pentecost is a community. ഒരു സമൂഹം ഉണ്ടായി അവിടെ. A community with distinct and unique features. ചില സവിശേഷമായ സവിശേഷതകളും പ്രത്യേകതകളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, അവരുടെ ഒരുമിച്ചുള്ള കൂട്ടം കൂടലിൽ, സംഘം ചേരലിൽ ചില സവിശേഷതകളും ചില വ്യത്യസ്തതകളും മറ്റുള്ളവരിൽ നിന്ന് കുറേയധികം മാറ്റങ്ങളും ഒക്കെയുള്ള ഒരു സമൂഹമുണ്ടായി. എ കമ്മ്യൂണിറ്റി, എ ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി, എ distinct community with certain features and characteristics are formed as an impact, as an after effect of the Pentecost event. അല്ലെ, പെന്തക്കോസ്റ്റ് അനുഭവത്തിന്റെ അനന്തരഫലമായി ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ സഭ ഉണ്ടായി എന്ന് വേണേൽ പറയാം. The church has been inaugurated. The church is being begun as a local event where people of God get together to experience the power of God, the will of God in their lives. എന്തായിരുന്നു ആ കമ്മ്യൂണിറ്റിയുടെ സവിശേഷത എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തായിരുന്നു അവരുടെ സവിശേഷത? They were a community that constantly gathered together to listen to the advices of the apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനായിട്ട് നിരന്തരം കൂടി വരുന്ന ഒരു സഭ. A Pentecost community is a community that constantly listen to the revelations of God through the word. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വെളിപ്പാടുകളെ, തിരിച്ചറിവുകളെ കേൾക്കാൻ, അതിന് കാത് കൊടുക്കാൻ സന്നദ്ധമായ ഒരു സമൂഹം. എനിക്ക് തോന്നുന്നു ഈ നാളുകളിലൊക്കെ നമ്മൾ ആഴമായി ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് സന്നദ്ധമാകണം. ഇന്ന് സഭകളൊന്നും വചനം പഠിക്കുന്നില്ല. ഇന്ന് വചനത്തെക്കാൾ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമുക്ക് ചർച്ച, അതിനെക്കുറിച്ചാണ് നമ്മളുടെ അടികൂടലുകൾ. അതാണ് സഭയെ ഇന്ന് സജീവമാക്കുന്നത്. ഒരു വേദപഠനവും നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ദർശനങ്ങളെ പുതുക്കുന്ന ഒരു തരത്തിലുള്ള ആഴമായ ദൈവത്തിൻ്റെ വചന പഠനങ്ങൾ ശരിക്കും നടക്കുന്നില്ല. പള്ളികളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ എത്ര പേര് അത് കേൾക്കാറുണ്ട്? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ, സുനിൽരാജ് ഫിലിപ്പ് അച്ഛൻ, നമ്മുടെ മുൻ വികാരിയാണ്. അച്ഛനിപ്പോൾ ഷാർജയിലാണ് വികാരിയായിട്ടിരിക്കുന്നത്. അച്ഛന് ഫേസ്ബുക്ക് വഴി ഞാൻ അറിഞ്ഞാണ്. അച്ഛൻ
1 വർഷത്തോളം ആകുന്നു അവിടെ അച്ഛൻ വികാരിയായിട്ട് പോയിട്ട്. അച്ഛൻ നടത്തിയ ഒരു കാര്യം, അച്ഛൻ പള്ളിയിൽ ചെയ്ത പ്രസംഗങ്ങളുടെ നോട്ട് എഴുതിയെടുത്ത കുഞ്ഞുങ്ങളുടെ നോട്ടെല്ലാം നോക്കി കമ്പൈൽ ചെയ്ത് അവർക്ക് ഒരു സമ്മാനം കൊടുത്തു. ഈ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോഴോ നമ്മുടെ പള്ളിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴോ നമ്മൾ എഴുതിയെടുക്കണം എന്ന് ഒന്നും നിർബന്ധമില്ല. എന്നാലും എഴുതിയെടുക്കുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഭൂരിപക്ഷം പേർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കെല്ലാം അറിയാലോ. കാരണം പാഠം വായിക്കുമ്പോഴേ നമുക്കറിയാം അച്ഛൻ ഇന്ന് എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്, അച്ഛൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഏതാണ്, അച്ഛൻ ഇന്ന് പറയാൻ പോകുന്ന ഒന്നാമത്തെ പോയിന്റ് ഏതാണ്, രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ ആയിരിക്കും, കൺക്ലൂഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. അപ്പം നമ്മൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? എപ്പോഴും ഞങ്ങളുടെയൊക്കെ പഠനങ്ങളിലും സെമിനാരി യാത്രകളിലും ഒക്കെ ഞങ്ങളോട് ഞങ്ങളുടെ അധ്യാപകർ പറഞ്ഞിട്ടുള്ളത്, കീപ് എ സ്ക്രിബിൾ ബുക്ക്. എപ്പോഴും ഒരു ചെറിയ ബുക്ക് കൈവച്ചിരിക്കണം. സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻസിൽ പുതിയ നിങ്ങൾക്ക് അറിവുകൾ, പുതിയ ചില റെഫറൻസുകൾ, പുതിയ ഇൻസൈറ്റ്സുകൾ, പുതിയ ഏതെങ്കിലുമൊക്കെ പഠനം നടത്തിയ ആളിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളത് ചേർത്ത് വെക്കണം, അത് സൂക്ഷിച്ചു വെക്കണം. ദാറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മൾ പലപ്പോഴും വി ടേക്ക് ഫോർ ഗ്രാൻഡഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അതാണ് വളരെ പ്രധാനമായ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭൗതിക ശുശ്രൂഷ വേളയിലൊക്കെ കോൺസ്റ്റന്റ്ലി ഹി വാസ് ടീച്ചിങ് ഹിസ് ഡിസൈപ്പിൾസ്. ഹി വാസ് അഡ്വൈസിങ് ദ ക്രൗഡ്. കർത്താവായ യേശു ക്രിസ്തു അവരെ ഉപദേശിച്ചും പഠിപ്പിച്ചും അവരോട് പ്രസംഗിച്ചും കൊണ്ട് അങ്ങോളം ഇങ്ങോളം പലസ്തീനിൽ സഞ്ചരിച്ച ആളാണ് ക്രിസ്തു. അതുകൊണ്ട് നമ്മളും ഈ നാളുകളിലൊക്കെ ശരിക്കും വചനം ആഴമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും, പലപ്പോഴും ഈ വചനം ആഴമായി കാലികമായി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതും ഇതുമൊക്കെ കേട്ട് നമ്മൾ തെറ്റിപ്പോകുന്നത്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അറിയില്ല നമ്മൾ എത്രത്തോളം ആഴമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്, എല്ലായിടത്തും സംഭവിക്കുന്നു എന്നൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ആഴമായിട്ട് ദൈവത്തിന്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവര് ഒരുമിച്ച് കൂടി വന്നപ്പോൾ they were a community who were ready to listen to the teachings of the apostles. ഈ നമുക്ക് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വലിയ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പള്ളിയിലൊക്കെ വരും, പക്ഷെ നമ്മളുടെ പഠിപ്പിക്കുന്നവർ വേറെയാണ്. നമ്മൾ സ്കൂളുകളിൽ നമ്മുടെ പിള്ളേർ പോവും, പക്ഷെ അവരെ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ മാഷും പിന്നെന്തോ ആകാശും ബൈജൂസും പിന്നെ അങ്ങനെ വേദാസും ഒക്കെയാണ്. അവരാണ് ശരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവർ സ്കൂളിൽ പോകുന്നത് വേറെ സ്ഥലത്തും. ഇതാണ് രണ്ടിടത്താണ്. അതായത് ശരിയായ പഠനം നടക്കേണ്ടുന്ന ഇടങ്ങളിൽ പഠനം നടക്കുന്നില്ല. പകരം ദേ ഓൾ ഗോ ഫോർ ട്യൂട്ടറിങ്ങിന് പോകും. അവര് ട്യൂഷന് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വലിയ പ്രോബ്ലമാണ്. ബിക്കോസ് വി ഓൾ ഹാവ് അവർ ഓൺ അപ്പോസ്റ്റൽസ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള അപ്പോസ്തലന്മാരുണ്ട്. നമ്മൾ അവരെ അപ്പോസ്തലന്മാരാക്കി വെച്ചിരിക്കുകയാണ്. അവരുടേതായ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവര് പറയുന്നതാണ് ശരി എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ഈ സമൂഹത്തെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. They listen to their apostles. യഥാർത്ഥത്തിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും പഠിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വചനം പങ്കുവയ്ക്കുവാനും കഴിയണം. We must be a community that constantly listens to the apostolic teaching. അല്ലേ? അപ്പോസ്തോലിക പഠിപ്പിക്കലുകളിലേക്ക് തിരിയുന്നവരായിരിക്കണം. രണ്ടാമത്തെ പറയുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു എന്നാണ് പറയുന്നത്. They were in constant fellowship. A community that had constant fellowship. അവർക്ക് നിരന്തരമായിട്ട് അവർ കൂട്ടായ്മ ആചരിച്ചു. അതെ, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഷെയറിങ് അല്ലെ, കൊയിനോണിയ എന്ന് വേണേൽ പറയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഷെയർ ചെയ്തു, അവർ പങ്കുവെച്ചു, അവർ ഒരുമിച്ചിരുന്നു. They were all in constant contacts. അവർ പരസ്പരം നിരന്തരം വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ
ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇവിടെ ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. നമ്മുടെ സഭയുടെ ഒരു സഭ ആരോഗ്യപരമായ ഒരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറണമെങ്കിൽ അവർ ഫെലോഷിപ്സ് മസ്റ്റ് സ്ട്രെങ്തൻ, അല്ലെ? നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടണം. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പള്ളിയിൽ വരുന്നെങ്കിലും നമ്മുടെ കൂട്ടായ്മകളൊക്കെ വേറെ പലയിടത്തുമാണ്. ഞാൻ പറഞ്ഞ ഇതിൻ്റെ അന്തസത്ത നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് കൂട്ടായ്മ ഭ്രാന്തരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു മാഡ്നെസ്സാണ്, അല്ലേ? പള്ളിയിൽ വരും. CSI പള്ളിയിൽ വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ആചാരപരമായ കാര്യങ്ങളൊക്കെ നടക്കണം, അതൊക്കെ ലഭിക്കണം. ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കല്യാണം വേണം, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ബാപ്റ്റിസം വേണം, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഫ്യൂണറൽ വേണം, അഡ്മിഷൻ വേണമെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം CSI. ഫെലോഷിപ്പ് എവിടാന്ന് ചോദിച്ചാൽ വേറെ എവിടെയാണ്. This is not right. This is not right. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കൂട്ടായ്മകൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ എന്താണ് ഒരു സഭ എന്ന കൂട്ടായ്മയിലൂടെ ദൈവജനത്തിന്റെ കൂടിച്ചേരലിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ലഭിക്കേണ്ടത്, നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി ലഭിക്കേണ്ടത്, അത് നമ്മുടെ സഭയിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കത്തക്ക വിധം നമ്മുടെ കൂട്ടായ്മകളെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണം. ഞങ്ങൾ ഒരു സഭ എന്നുള്ള നിലയിൽ, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, കമ്മിറ്റിക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ഭാഗമായി നിൽക്കുന്ന ഓക്സിലറികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അച്ഛൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വി ആർ ഇൻ നീഡ് ഓഫ് ദീസ് തിങ്സ്. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ കഴിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങൾ ശക്തിപ്പെടുകയുള്ളൂ. ആൻഡ് their all community needs, requirements were met in their koinonia. അവരുടെ കൂട്ടായ്മകളിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ അവർക്ക് ലഭിച്ചു. ബട്ട് ഫോർ സം ഓഫ് us, നമ്മുടെ സഭ അവരുടെ ഭൗതിക കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം. ഫോർ സ്പിരിച്വൽ തിങ്സ് they have their own other fellowships. Why don't we together change the culture of our community fellowships? നമ്മുടെ കൂട്ടായ്മകൾ ഒരു പ്രയാസം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അച്ഛനോട് പറയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പറയുക, നമുക്കിങ്ങനൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അതൊരു വളരെ കൃത്യമായ ഒരു എത്തിക്സാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹവിശ്വാസികൾ ചില കാര്യങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് നമ്മളോട് പറയുന്നത് നമ്മളോട് പറയാം എന്നുള്ളത് കൊണ്ടാണ്. അതിനകത്തൊരു സീക്രസി ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ അറിയാൻ അത് പങ്കുവയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അത് നമ്മളിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യമായി വെക്കേണ്ട, വ്യക്തിപരമായി വെക്കേണ്ട പലതുമൊക്കെ ഇന്ന് പരസ്യപ്പെടുകയാണ്, അല്ലെ? ഒരാൾ ഒരു മൊബൈൽ തുറന്നു വെച്ച് ഒരു ഫേസ്ബുക്ക് ലൈവിലോട്ട് പോയിട്ട് വാട്സാപ്പിലോട്ട് ഒരു വോയിസ് ക്ലിപ്പ് അങ്ങിടുകയാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതകൾ, മറ്റുള്ളവർ രഹസ്യമായി പറഞ്ഞത്, പ്രൈവറ്റായിട്ട് പറഞ്ഞത്, ഒരു വ്യക്തി തകരപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അത് പറയാനായിട്ട് സാധിക്കണം. ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല, അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഇന്ന ഒരു പ്രശ്നമുണ്ട്, എന്നോട് പറയണമെന്നില്ല. എൻ്റെ പ്രാർത്ഥന അത്ര വലിയ പ്രാർത്ഥനയൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമല്ലോ. യു ഷുഡ് ഷെയർ. അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നത്, ബലപ്പെടുന്നത്. സോ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് നിരന്തരമായി ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു ഫെലോഷിപ്പിൽ, ഈ ഒരു കൊയിനോണിയയിൽ വന്നു. മൂന്നാമത് പറയുന്നത്
അവർ അപ്പം നുറുക്കി എന്നാ പറഞ്ഞത്. അവർ എല്ലാ ദിവസവും തിരുവത്താഴം കൊടുത്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പം നുറുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി വരുമ്പോഴൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. ആരും വിശന്നു പോയില്ല, ആരും ഇല്ലാത്തവരായി പോയില്ല. കാരണം വന്നവരൊക്കെ ഒരേപോലെ അവരുടെ ഉള്ളും അവരുടെ മനസ്സും അവരുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞവർ പോയി. അപ്പം നുറുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതാ, ദേ ഓൾ ഷെയർഡ് വാട്ട് ദേ ഹാവ്. അതൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ പള്ളി ആരാധന കഴിഞ്ഞോ കൂടിവരവ് കഴിഞ്ഞോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. അത് നമ്മൾ കോട്ടേജ് പ്രയർ കഴിയുമ്പോൾ ആ ഭവനം നമുക്ക് തരുന്നു. നമ്മുടെ കൂടിവരവുകളിലൊക്കെ നമുക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ. അതിനകത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഏർലി ക്രിസ്ത്യൻ കൾച്ചർ. നമ്മുടെ ഒരു പൗരാണികമായ ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്. വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർ ഒരു ചായ കുടിക്കുന്നോ ഇച്ചിരി വെള്ളം കഴിക്കുന്നോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുക, അല്ലേ? അപ്പം നുറുക്കുക, ഉള്ളത് നുറുക്കി കൊടുക്കുക. നുറുക്കി കൊടുക്കുന്നത് ഒരിക്കലും വെറുപ്പും വിദ്വേഷവും ആകരുത്, കുറ്റപ്പെടുത്തലും കുറ്റം പറയലും ആകരുത്. നമ്മൾ നുറുക്കി കൊടുക്കുന്നു, നമുക്കുള്ളത് സന്തോഷത്തോടുകൂടെ അത് നുറുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം നുറുക്കി, ദേ ഹാവ് ഷെയർഡ് their blessings. ദൈവം അവർക്ക് നൽകിയ നന്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ തുല്യമായിട്ട് പങ്കുവെച്ചു. ഈ ഒരു ഷെയറിങ് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നന്മകളുടെ ഒരു പങ്കുവെക്കൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഈ സമൂഹത്തിൻ്റെ പെന്തക്കോസ്തിൻ്റെ അനന്തരഫലമായി രൂപപ്പെട്ട ഈ ഒരു കൂട്ടായ്മയുടെ, ഈ ഒരു സമൂഹത്തിൻ്റെ, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു മൂന്നാമത്തെ സവിശേഷതയാണ്. അവിടെ വിശന്നും ദാരിദ്ര്യത്തിലും സങ്കടപ്പെട്ടും ആരും പോയില്ല. അവരുടെ കൂട്ടായ്മകൾ അവരെ ആത്മീയമായും നിറച്ചു, ഭൗതികമായും നിറച്ചു, അല്ലേ? ഉള്ളത് മനസ്സോടെ അത് കൊടുക്കുവാനായിട്ട്, അത് പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പക്ഷെ അതെല്ലാവർക്കും ഒരേപോലെ കിട്ടിയില്ല. കുറച്ചു പേർക്ക് കിട്ടി, കുറച്ചു പേര് വിശന്നിരുന്നു. നമുക്കറിയാം അത് പിന്നീട് എന്താണ് ആ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം നുറുക്കുമ്പോൾ കുറച്ചു പേരൊക്കെ കഴിച്ചു. നല്ല പണവും പത്രാസും അന്തസ്സും പദവിയും ഒക്കെ ഉള്ളവർക്ക് അവർ ആദ്യം വിളമ്പി കൊടുത്തു. അവര് അന്തസ്സായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക്, അല്ലേ? അതൊരു പ്രോബ്ലം ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, നിങ്ങളുടെ ഇങ്ങനെയുള്ള അപ്പം നുറുക്കലിൽ വിഭാഗീയതയുണ്ട്, ഉച്ചനീചത്വമുണ്ട്. ചിലര് കഴിച്ച് നിറഞ്ഞു പോകുന്നു, വേറെ ചിലര് വിശന്നു പോകുന്നു. നിങ്ങൾ ചിലരെ നോക്കിയിരുത്തിക്കൊണ്ട് കഴിക്കുന്നു, അല്ലേ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കൾച്ചറിൻ്റെയൊക്കെ ഒരു ഭാഗം, ഒരു ശുശ്രൂഷ നടക്കുന്ന സമയം നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, അല്ലേ? കുഞ്ഞുങ്ങളാണ്. കാരണം അവരാണ്, ദേ ആർ ദ മോസ്റ്റ് വൾണറബിൾസ്. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെ സ്ത്രീകൾ വേണം കഴിക്കും, അല്ലേ? വൾണറബിൾ ആയതുകൊണ്ടല്ല. കാരണം സാധാരണ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണ്ണന്മാരും അച്ചായന്മാരും ഒക്കെ കയറി ഇരുന്ന് വെട്ടി വിഴുങ്ങി അതും കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഭാര്യമാർ, അല്ലേ, സ്ത്രീകൾക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഭർത്താവ് കഴിച്ചതിൻ്റെ മിച്ചപാത്രത്തിൽ കഴിച്ച് പതിവ്രത എന്ന ലേബൽ നേടുന്ന ഭാര്യയുടെ സങ്കല്പങ്ങളൊക്കെ പോയി. നമ്മൾ വി മസ്റ്റ് കൺസിഡർ ദ വീക്കസ്റ്റ് ഇൻ അവർ ഷെയറിങ്സ്, അല്ലേ? ഏറ്റവും ബലഹീനമായവരുടെ നമ്മുടെ കൂട്ടായ്മകളിൽ നമുക്ക് കരുതാനായിട്ട്, നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കണം. അപ്പം നുറുക്കി, അവര് അപ്പം നുറുക്കി പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു. നാലാമത്തെ കാര്യം പറയുന്നത്, അവർ പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതിനെല്ലാം ഒരുമിപ്പിച്ചത് ഒരു കോമൺ ആക്റ്റാണ്. അവരുടെ നിരന്തരമായ കൂടിവരവുകളെയും അപ്പം നുറുക്കലിനെയും
ഉപദേശം കേൾക്കലിനെയും ഒക്കെ ഒരുമിപ്പിച്ച് എന്താണെന്നറിയാമോ? എവ്രിതിങ് ദാറ്റ് ദേ ഹാവ് ഡൺ ഇൻ ദ കമ്മ്യൂണിറ്റി, ഇൻ ദെയർ ഗ്യാതറിങ്സ് were done in the context of prayer. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ചെയ്തത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചല്ലേ ചെയ്യുന്നത്. പ്രാർത്ഥന ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു, അല്ലേ? പ്രാർത്ഥന, ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രയർ is very important for the Pentecostal community. പെന്തക്കോസ്റ്റ് സമൂഹത്തിന് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ വിശ്വാസത്തിലുള്ള കൂട്ടം കൂടലുകൾ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ടു പ്രേ, അല്ലേ? നമ്മളുടെ ആവശ്യങ്ങളെയും, ഞാനിപ്പം ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ചിലപ്പോൾ ഞാൻ എഴുതി വെക്കാതെ മധ്യസ്ഥ പ്രാർത്ഥന പറയുമ്പോൾ ചിലരുടെയൊക്കെ പേര് ഇപ്പോഴും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. പല കാര്യങ്ങളും പെട്ടെന്നൊന്നും ഓർത്തിരിക്കത്തില്ല. ഇന്നിപ്പോൾ രാവിലെ 8 മണിയായപ്പോഴാണ് ഷായിച്ചാൻ വിളിച്ച് അമ്മച്ചിയുടെ മരണവിവരം പറയുന്നത്. പെട്ടെന്ന് ഞാൻ ഒരുങ്ങി, ഓർക്കാപ്പുറത്താണ്. നമ്മൾ വളരെ റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്ന് എഴുതി വെക്കാം. ഇനി ഇത് കഴിഞ്ഞ് 11:30 ആകുമ്പം ഡയസൺ ഓഫീസിൽ ഒരു മീറ്റിങ്ങിന് പോകണം എനിക്കും ബ്രിജിത്തിനും. അതുകൊണ്ടാണ് ഞാനിന്ന് 10 മണിയാക്കിയത് പ്രാർത്ഥന. അത് എല്ലാ ആഴ്ചത്തേക്കും അല്ല, ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മൾ 10 മണിയാക്കി. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ഒരുങ്ങാനും പ്രിപ്പയർ ചെയ്യാനും ഒന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ എഴുതി വെച്ചു. അത് കൃത്യമായിരുന്നോ, ഞാൻ എല്ലാവരുടെയും പേര് എഴുതി വെച്ചോ, എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതി വെച്ചോ, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞോ എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ചില മധ്യസ്ഥ പ്രാർത്ഥന പള്ളിയിൽ പറയുമ്പോഴും ഈ കാര്യവിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ്. വി ഹാവ് ടു പ്രേ കോൺസ്റ്റന്റ്ലി. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അച്ഛന്മാരുടെ ഗ്രൂപ്പിനകത്തൊരു ചർച്ച നടന്നത് ദൈവശാസ്ത്രപരമായ ചർച്ച. ഇപ്പോൾ ഞങ്ങൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഉപരിപഠനമൊക്കെ നടത്തുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരെ കുറിച്ചൊക്കെയുള്ള പൊതുവായ ഒരു ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞങ്ങൾക്ക് ദൈവവിശ്വാസമില്ല. തിയോളജിക്കൽ ഡിഗ്രി കൂടിയാൽ ദൈവവിശ്വാസമില്ല, വിശ്വാസികളല്ല. ഒരു വലിയ തിയോളജിയൊക്കെ പറയും, അവർക്ക് വിശ്വാസമില്ല. 2, ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. 3, ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊക്കെ സുഖിമാന്മാരാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ബാംഗ്ലൂർ, കൽക്കട്ട, ചിക്കാഗോ, തിരുവനന്തപുരം, ഹൈദരാബാദ്, അങ്ങനെയുള്ള നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ചിലർ പറയുന്നത് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ നിങ്ങളൊക്കെ ഇരിക്കത്തുള്ളൂ. ഞങ്ങളതിന് മറുപടി പറയാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സങ്കടമാണ്. ഞാൻ ഇരിക്കുന്ന പള്ളികളൊക്കെ ഇങ്ങനെയുള്ള പള്ളികളിൽ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്തൊരു വസ്തുതയുണ്ട് എന്ന് പറയാം. പക്ഷേ when someone challenges the reality of my faith and my belief in prayer, അത് വല്ലാതെ ആശങ്കപ്പെടുത്തും. അതുകൊണ്ട് പ്രാർത്ഥനയിലാണ് വിശ്വാസം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ, പ്രാർത്ഥിക്കുന്നത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എൻ്റെ പഠനം എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ മറ്റുള്ളവരെ കുറ്റം പറയാനും വിധിക്കാനും ഒരവസരം കിട്ടുമ്പോൾ അവരെ എടുത്തിട്ട് അലക്കാനും പഞ്ഞിക്കിടാനും ഒരിക്കലും എൻ്റെ വിശ്വാസം പറയാറില്ല. നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളോട് ഞാൻ എതിർക്കുമ്പോഴും നിങ്ങളുടെ കുഴപ്പങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും ഞാൻ സാധാരണ ദേഷ്യപ്പെടാറില്ല. ഞാൻ സ്ട്രോങ് അല്ല, അച്ഛൻ സ്ട്രോങ് അല്ല, അച്ഛന് ധൈര്യമില്ല. ശരിയായ അങ്ങനെ വീരശൂര പരാക്രമിയാകണ്ട. എനിക്കൊരു സാധാരണ മനുഷ്യനായാൽ മതി. എന്നോടും വീരശൂര പരാക്രമം കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നോട് വീരത്വം കാണിക്കുന്നവരെ ഐ ഹേറ്റ്. കാരണം വീരത്വങ്ങളിലൊന്നുമല്ല എൻ്റെ വിശ്വാസം. ദൈവം പോലും വീരനാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നവനാ. വീരനാണെന്ന് അവിടെ ഇവിടെയൊക്കെ പറയുമ്പോഴും അവൻ ദയാലുവാ.
സർവകൃപാലുവാ. അവൻ ദയ കാണിക്കുന്നവനാ. അവൻ കുറ്റങ്ങളെ ഓർക്കാത്തവനാ. അവൻ എൻ്റെ പാപങ്ങളെ, ലംഘനങ്ങളെ മറയ്ക്കുന്നവനാ. ആ ദൈവമാ എൻ്റെ ദൈവം. അതുകൊണ്ട് പ്രാർത്ഥന ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? നമ്മുടെ മനസ്സിലോട്ടൊരു ചിത്രം വരും. പ്രാർത്ഥന വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ ആദ്യം പ്രാർത്ഥിക്കും, പിന്നെ ഒരു 2 പാട്ട് ഫസ്റ്റ് ഡോസ്, പിന്നെ ഒരു സങ്കീർത്തനം വായന, നമ്മളിപ്പോൾ ഫാസ്റ്റിംഗ് പ്രയർ ചെയ്യുന്നത് പോലെ, പിന്നെ അച്ഛൻ കുറേ വിഷയങ്ങൾ പറയും, ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയും. നേരത്തെ ആളിനോട് പറഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ സഹായിച്ച് അച്ഛൻ തന്നെ പ്രാർത്ഥിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആരെങ്കിലും സ്ഥിരമായിട്ടൊരു കുറ്റി അതിനകത്ത് കാണും. നമ്മളും നോക്കും, ആ കുറ്റിന്ന് പ്രാർത്ഥിക്കൂട്ട് അല്ലേ? കുറ്റിന്ന് പറയാൻ പാടില്ല, സ്ഥിരമായിട്ടൊരാൾ കാണും. ആ ആള് പ്രാർത്ഥിച്ച് നമ്മളെ രക്ഷിച്ചെടുക്കും. അതല്ലെങ്കിൽ തുടക്ക പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാർത്ഥന, ഒടുക്ക പ്രാർത്ഥന മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരും. എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, പരിഭവം തോന്നരുത് ഈ വസ്തുതകൾ പറയുന്നതിൽ. വി മസ്റ്റ് ട്രെയിൻ ourselves. We must train our children to pray. വലിയ വാക്കും വലിയ വേദപുസ്തകം ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വീട്ടിനകത്തും പരസ്യമായിട്ടും ഒക്കെ പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആരാണ് പ്രാർത്ഥിക്കുക? Prayer is essential, my dears. പ്രാർത്ഥിക്കണം. നിങ്ങൾ വിചാരിക്കും ഞാൻ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പരസ്യമായിട്ട് പ്രാർത്ഥിക്കണോ? പരസ്യമായിട്ടും രഹസ്യമായിട്ടും പ്രാർത്ഥിക്കണം. കാരണം രണ്ടും ആവശ്യമാണ്. ഈ പെന്തക്കോസ്ത് സമൂഹം അവർ കൂടിയിരുന്ന് ഓരോരുത്തർ രഹസ്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. അവരൊക്കെ പ്രാർത്ഥിക്കേണ്ടവർക്കൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന 2-3 പേർക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം ചിലപ്പോൾ 3 പേരൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ചിലരൊക്കെ അങ്ങ് 2 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിക്കും. വിടത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ഞാൻ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞ മത്സര പ്രാർത്ഥന. പിന്നെ ആരെങ്കിലും ഒക്കെ പാവപ്പെട്ടവർ നിർത്തും. അല്ലെ, ഉയർച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അല്ലെ, സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവര് ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കും. ഒരു അവസരത്തിന് വേണ്ടി സമൂഹമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഈ പ്രാർത്ഥന അത് രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും പരമപ്രധാനമാണ്. അത് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. The prayer was their context. അവരുടെ പ്രാർത്ഥനയായിരുന്നു അവരുടെ കൂടിവരവിന്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പശ്ചാത്തലം. അങ്ങനെ ഒരു സമൂഹം ഫോം ചെയ്തപ്പോൾ 4 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അവർ അപ്പോസ്തോലിക്, they were open to apostolic teachings. They were in constant fellowship. And they mutually shared their blessings. And most importantly, in all these things, prayer dominated. Prayer controlled all their get-togethers. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മഹായിടവകയുടെ കൗൺസിൽ കഴിഞ്ഞു. എല്ലാ കൗൺസിലും തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? കത്തീഡ്രലിൽ തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ്. അതായത് അപ്പം നുറുക്കി, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുന്നു, പ്ലക്കാർഡ് ഉയർത്തുന്നു, ധർണയിരിക്കുന്നു. ഒരുത്തൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം ഇവിടുന്ന് പുസ്തകം എടുത്തെറിയുന്നു. എന്തൊരാണല്ലേ, ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും. എങ്ങനെയാ തുടങ്ങിയത്? പ്രാർത്ഥിച്ചാൽ. നമ്മൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും പ്രാർത്ഥന ഒരു കർട്ടൻ റൈസറാ അല്ലെ? പ്രാർത്ഥിച്ചാലേ നമുക്ക് എന്തും ചെയ്യാനൊക്കെ ഉള്ളൂ. അത് മാറണം. ആ ഒരു സമീപനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മാറണം. We must
കോൺസ്റ്റന്റ്ലി പ്രേ. എന്താ അവിടെ നമ്മൾ വായിക്കണമെന്ന് അറിയാമോ? 43-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും ഭയമായി. എല്ലാവർക്കും ഭയം എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അതപ്പോ അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് ഭയമായി. കാരണം എന്താണ്? അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. നമ്മുടെ സഭയിൽ നടക്കും. പ്രാർത്ഥിച്ചാൽ നടക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നടക്കും. അതുകൊണ്ട് ഇങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന സഭയിലും സമൂഹത്തിലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. വിശ്വസിച്ചവരൊക്കെ ഒരുമിച്ചിരുന്ന് കൂടി സകലവും പൊതുവക എന്ന് എണ്ണി. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അവരെല്ലാം പൊതുവായിട്ട് എണ്ണി, എല്ലാം അവർ പങ്കുവെച്ചു, അവരൊരുമനപ്പെട്ടു. ദേവാലയത്തിൽ ദിവസം പ്രതി കൂടി വന്നു, വീട്ടിൽ അപ്പം നുറുക്കി അവർ സന്തോഷത്തോടെ പരമാർത്ഥതയോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. എന്തൊരു സമൂഹമാണത്! അതായത് അവിടെ മസില് പിടുത്തങ്ങളൊന്നുമില്ല, അവിടെ സ്ട്രെയിൻസും ഇല്ല. അവിടെ വലിയ ഉത്സവമാണ്, വലിയ സന്തോഷം, വലിയ ആഹ്ലാദം, ആ കൂടി വരവുകൾ, കൂട്ടായ്മയിൽ. എ ചർച്ച് ഈസ് ഇൻ സ്പിരിച്വൽ ജോയ്. നിരന്തരമായ ആധ്യാത്മികമായ സന്തോഷം അനുഭവിക്കുന്ന സഭ, അതാണ് ഒരു സഭ. നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുപ്പും മുറുപിറുപ്പും പരാതിയും പരിഭവവും, അവിടെ അത് ചർച്ച ചെയ്യുന്നു, ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നു, അവിടെ ഇത് കൂടുന്നു, ഇവിടെ അത് കൂടുന്നു, അല്ലേ? നമ്മൾ ആർ വി ഹാപ്പി ഇൻ അവർ ഗെറ്റ് ടുഗദേഴ്സ്? നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ നമ്മുടെ കൂടിവരവുകളിൽ, കൂട്ടായ്മകളിൽ? Church should be a place, our community should be a community that celebrates, that experience the joy without boundaries, the joy extensively, അമിതമായി ദൈവത്തിൽ ആനന്ദിക്കുന്ന, ദൈവത്തിൽ ആരാധിക്കുന്ന ഒരു സഭയായി, ഒരു സമൂഹമായി നമുക്ക് മാറാനായിട്ട് സാധിക്കുമോ? നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം കണ്ട് മറ്റുള്ളവർ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാനായിട്ട് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ പുതുവർഷത്തിൽ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവ് എൻ്റെ ഉള്ളു തുറക്കണമേ. എൻ്റെ വചനം ആഴമായി പഠിക്കാൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ, ഞങ്ങൾക്കുള്ളത് പരസ്പരം പങ്കുവയ്ക്കാൻ, അതിലൊക്കെ ഉപരി ഞങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി വിടുതൽ നൽകുന്ന പ്രാർത്ഥനയിൽ ഏർപ്പെടാൻ, ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടുകൂടെ പരസ്പരം ശുശ്രൂഷിച്ചും സ്നേഹിച്ചും കരുതിയും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ആനന്ദം അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, വ്യക്തിയായ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ ഈ പകൽക്കാലത്തിനായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം കർത്താവെ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഓൺലൈൻ പ്രയറായിട്ട് കൂടി വരുവാൻ നീ ഇടയാക്കിയല്ലോ. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മകളെയും ഞങ്ങളുടെ കൂടിവരവുകളെയും ഒരു പെന്തക്കോസ്ത് സമൂഹമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനം അതിൻ്റെ ഗൗരവത്തോടെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവെ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ആനന്ദത്തോടുകൂടെ ഞങ്ങളുടെ കൂടിവരവുകളെ, കൂട്ടായ്മകളെ ആഘോഷിക്കുവാൻ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾ കർത്താവെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും വെറുങ്കയായി കടന്നു പോകാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ, കർത്താവ് അതിലുപരിയായി ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ സന്നദ്ധയിൽ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് നാട്ടിലേക്ക് യാത്ര തിരിക്കുവാനിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ അവിടുന്ന് കൃപയാൽ
ക്രമീകരിച്ചു കൊടുക്കണമേ. നാട്ടിൽ കടന്നുപോയി പ്രതീക്ഷയോടെ വിശ്വാസത്തോടു കൂടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് യാത്രയയപ്പ് നൽകുവാൻ പിതാവെ അവരെ അവിടുന്ന് സഹായിക്കണം. അതുപോലെ തന്നെ മറ്റ് നാളുകളിലൊക്കെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ഭരമേൽപ്പിക്കുന്നവർക്കൊക്കെ വേണ്ട ആശ്വാസവും സമാധാനവും നൽകണം. ഞങ്ങളുടെ എല്ലാ രോഗികൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞു. പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ അവിടുന്ന് സൗഖ്യത്തെ അയക്കണമേ, അവിടുന്ന് വിടുതലിനെ അയക്കണമേ. കർത്താവെ, പ്രായമായവർക്ക് വേണ്ട ബലവും കൃപയും ഒക്കെ ദൈനംദിനം അവർക്ക് നൽകണം. അവരെ പരിപാലിക്കുന്നവർക്ക്, ശുശ്രൂഷിക്കുന്നവർക്ക് സ്നേഹത്തോടെ അവരെ ശുശ്രൂഷിപ്പാനുള്ള കൃപയും മനസ്സും ഒക്കെ നൽകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഞങ്ങളുടെ യങ് കപ്പിൾസിന് വേണ്ടി കർത്താവെ, ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. കർത്താവ്, നീ എല്ലാം അറിയുന്നല്ലോ, നീ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നല്ലോ. ഏതെങ്കിലും ആരുടെയുമൊക്കെ വിഷയങ്ങൾ കർത്താവെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവിടുന്ന് അറിയുന്നത് കൊണ്ട് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ അവിടുന്ന് സന്ദർശിച്ച് അവരുടെ വിഷയങ്ങളൊക്കെ അവിടുന്ന് ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം. ഈ പകൽക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, നാം ഓർത്തു പാർച്ച എല്ലാ വിഷയങ്ങളോടും, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും അവരുടെ ആവശ്യങ്ങളോടും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി സഹായിച്ച മിഥുനോടും, സങ്കീർത്തനത്തിൽ വായിച്ച് നമ്മളെ നയിച്ച പ്രിയപ്പെട്ട പുഷ്പ ആൻറ്റിയോടും, പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച യശിമാമയോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടൻ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അവരുടെ യാത്രാകാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കട്ടെ. എല്ലാവരെയും ഞായറാഴ്ച ദേവാലയത്തിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.